ഹായ് ചെല്ലക്കിളീസ്. ഞങ്ങളുടെ സ്കൂളിലെ 4 ടീച്ചേഴ്സുമായിട്ട് ഒരു കുഞ്ഞു കൊടൈക്കനാൽ ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പം വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴികളിലെല്ലാം ഇടയ്ക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്താണ് പോയത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ വണ്ടി ഓടിച്ചിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ടീച്ചറിൻ്റെ സഹോദരനാണ് കേട്ടോ. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കൊരു സൂര്യകാന്തി പാടം കണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുവാണ്. പക്ഷേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫുഡും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നില്ല എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട ഫുഡ്, അന്നത്തെ ദിവസത്തേക്ക് വേണ്ട ഫുഡെല്ലാം ഞങ്ങൾ തന്നെ റെഡിയാക്കി കൊണ്ടുപോകുമായിരുന്നു. രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കി. ഉച്ചക്കത്തേക്ക് ചോറും ഞാൻ കൊണ്ടുപോയി, കറികളെല്ലാം വേറെ ടീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നിങ്ങൾ ചിന്തിക്കി കിടന്ന് ഉറങ്ങണത് എന്താണെന്ന്. ഉറങ്ങുകയല്ല ഗൈസ്, നിങ്ങൾ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. അവർ അഭിനയിക്കുകയാണ്, കാരണം എൻ്റെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പം തച്ചിരിക്കും. അങ്ങനെ നല്ല സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ. അപ്പം യാത്രയിലൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത്രയും ദൂരം നമ്മൾ ആൾട്ടോയിലാണ് പോയത്, ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ദൂരം ഇരുന്ന് യാത്ര ചെയ്യുന്നൊരു ഫീല് പോലും ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം ഞങ്ങളെല്ലാം ഒരേ വൈബുള്ളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്രാ ക്ഷീണത്തിലേക്കൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. ഞാനാണെങ്കിൽ കാറിൽ യാത്ര ചെയ്താൽ പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കുന്ന ഒരാളാണ്. എന്നിട്ടും ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു പ്രോബ്ലങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കൊടൈക്കനാലിലോട്ട് കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളത് എടുത്തു. അതിന് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്തതാണ്, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈ റേഞ്ച് കയറുകയാണ്. അപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല വ്യത്യാസമാണ്. അങ്ങോട്ട് ഹൈ റേഞ്ച് കയറുമ്പോഴേ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു മലരഞ്ചൽ എന്ന് പറഞ്ഞൊരു ഒരു ലേക്കിൻ്റെ, ഒരു ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ്. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ ഇറങ്ങി കയറിയും കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയി അതൊക്കെ കഴിച്ചുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, ഇനി കൊടൈക്കനാലിലോട്ട് കയറാനായിട്ട് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ അത്രയും എത്തി. എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഹോം സ്റ്റേ ആയിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറൊരു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് വഴി അത് റെഡിയാക്കി തന്നായിരുന്നു. 6000 രൂപയായിരുന്നു അതിന് എമൗണ്ട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കത് 4000 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അപ്പം പിന്നെ ആകെയുള്ളൊരു വിഷമം എന്ന് വെച്ചാൽ, ഞങ്ങൾ പൊന്മുടി ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾക്ക് കോടമഞ്ഞ് കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അതങ്ങ് മാറിക്കിട്ടി കേട്ടോ. എവിടെ നോക്കിയാലും കോടയോട് കോട, റോഡ് പോലും കാണത്തില്ല അത്ര രീതിയിൽ. പക്ഷെ നല്ല കെയർ ചെയ്യണം നമ്മൾ അങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. ഞങ്ങൾ ഞങ്ങളുടെ റൂം തപ്പിയുള്ള യാത്രയിലാണ് അവസാനം ഞങ്ങളത് കണ്ടുപിടിച്ചത്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. വൈകുന്നേരം ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാറിലേക്ക് കാണാൻ പോകാൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ. വീട് നല്ല സൗകര്യമായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഈ തണുപ്പ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഊതുമ്പോൾ വായിൽ നിന്ന് പുക പോകുമല്ലോ, അത് ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പക്ഷേ ഫോട്ടോയിലത് വരണില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർ ലേക്ക് കാണാൻ വേണ്ടിയായി പോകുന്നത് കേട്ടോ. സ്റ്റാർ ലേക്കിൽ പക്ഷേ അതിന് ചുറ്റും സൈക്കിൾ സവാരി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൈക്കിൾ സവാരി ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. പക്ഷേ അടിപൊളിയാണ് ഈ സ്റ്റാർ ലേക്ക് കാണാൻ കേട്ടോ. നല്ല രസമാണ്. ഒരുപാട് പേരുണ്ട് അതിൻ്റെ ചുറ്റും. അവിടെ നിന്ന് ഞാനൊരു ലൈവൊക്കെ വന്നായിരുന്നു. അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ഒരു പ്രത്യേക, കാരണം എല്ലാവരും കൂടെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരേ മൈൻഡുള്ളവരൊക്കെ ആകുമ്പം നമ്മൾ അതിൽ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ചായ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പം മാഗിയും കൂടെ നമ്മളെല്ലാവരും കഴിച്ചു. ചായ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചായയായിരുന്നേ. മാഗി പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. പിന്നെ നമ്മൾ കുറേ പർച്ചേസിങ് പരിപാടികളൊക്കെ ആയിരുന്നു. കൂടുതലും അവിടെ എവിടെ നോക്കിയാലും ചോക്ലേറ്റ്സിൻ്റെ ഷോപ്സാണ് കേട്ടോ. കാരണം പലതരത്തിലുള്ള വെറൈറ്റി ചോക്ലേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്വെറ്റേഴ്സ്, പിന്നെ കുഞ്ഞു ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ എല്ലാവരും അത്യാവശ്യം പർച്ചേസൊക്കെ നടത്തി പർച്ചേസൊക്കെ മതിയൊക്കെ വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് വൈകുന്നേരത്തേക്ക് ഫുഡ് റെഡിയാകണ്ടേ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഗ്രില്ലിടുകയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ കുറേ ടൈം എടുത്ത് നമ്മളതൊന്ന് പിടിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ ഗ്രില്ലും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഞങ്ങളെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് ഇവിടെയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലേക്കൊക്കെ വിളിക്കുവാണ്. എന്താ പറയുക, ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് 10 മണിക്ക് വെക്കേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ
ഞങ്ങൾ അതിന് മുമ്പേ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ല് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറേ ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ കുറച്ച് വൈകുന്നേരം കഴിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അത് തന്നെയാണ് കഴിച്ചത്, ബ്രെഡും ഈ ഗ്രില്ലും കൂടാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി റെഡിയായി ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ കേട്ടോ. ഫുള്ള് മഞ്ഞാണേ, നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ, വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വരുന്നത്, ഫസ്റ്റ് നമ്മൾ വരുന്ന ഒരു അപ്പർ ലേക്ക് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ്. പക്ഷേ അപ്പർ ലേക്ക് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് കൂടുതലൊന്നും പറ്റിയില്ല, കാരണം അവിടെ ഫുള്ള് മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ വ്യൂ പോയിൻ്റ് അത്ര നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ അപ്പർ ലേക്ക് വ്യൂ പോയിൻ്റ് അവിടെ നിന്നാണ് നമ്മൾ ഈ റീലൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീണ്ടും നമ്മൾ വായിന്ന് പുക വരുത്താനുള്ള ശ്രമത്തിലാണ്, പക്ഷെ ഞാൻ സക്സസ് ആയി ഗൈസ്, ഞാൻ സക്സസ് ആയി, അടിപൊളിയാണ് കേട്ടോ. അതാ കണ്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, എവിടെ ചെന്നാലും മലയാളികളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് പില്ലർ റോക്കാണ്, അത് നല്ല രസമുണ്ട് കേട്ടോ. പില്ലർ റോക്ക് പറഞ്ഞാൽ അതും ഇതാണ് പ്രശ്നം, ഫോട്ടോസിലോ വീഡിയോസിലോ ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ ഈ അവസ്ഥയാണ്, ഫുള്ള് ഈ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾ മോയർ പോയിൻ്റാണ് പോയത്, ഈ കാണുന്നത് മോയർ പോയിൻ്റാണ്. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഗുണ കേവ് പോകണമെന്നായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ പൊന്നെ, നല്ല തിരക്കാണ്. പിന്നെ ഫുള്ള് മലയാളികളാണ്, കൂടുതലും മലയാളികളാണ് അവിടെ ഉള്ളത്. ഇത് ആ സിനിമ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കണ്ടതോടെ ഇതൊന്ന് പോയി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ചെറിയൊരു ഗുഹ പോലൊരു ഇതിലൂടെ കയറിയാണ് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പം ചെറുതായിട്ട് മഴച്ചാറ്റലുണ്ടായിരുന്നു, മഴച്ചാറ്റലിനേക്കാൾ കൂടുതലിരിക്കുന്നു മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ ആ കേവ് വഴി അകത്ത് കയറുമ്പോൾ കാണുന്നത്. വെച്ചാൽ ഒരു ഗുഹ പോലെ ഫ്രണ്ട് നമുക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കയറുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ കുരങ്ങൻ കുഞ്ഞന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എനിക്കൊന്നൊരു കാട് പോലെയാണ് ഇത് ആക്ച്വലി. അപ്പം പിന്നെ നമ്മളങ്ങോട്ട് കയറുമ്പോഴാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ വേരുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് കാണുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാരാണ്, കൂടുതലും മലയാളീസാണ്. പിന്നെന്താ അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് ഒരൊറ്റ കാര്യം കേൾക്കത്തുള്ളൂ, ഫുൾ അവിടെ എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും കുട്ടേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാൻ പറ്റും കേട്ടോ. ഫുള്ള് ഹാരവങ്ങളും ബഹളങ്ങളും, കാരണം എനിക്ക് തോന്നുന്നു ആ ഫിലിം ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് അത്രയ്ക്ക് വലുതാണ്. അത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഭയങ്കര നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നും നമുക്കവിടെ ചെല്ലുമ്പോൾ. എല്ലാം ഫുൾ ആരവങ്ങളും റീൽസും മറ്റേ ആ പാട്ടിൻ്റെ റീൽസൊക്കെ വെച്ചിട്ടാണ് ഫുൾ അവിടെ. ഇതാണ് ഇത് എനിക്ക് തോന്നുന്നു നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി, എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ വലിഞ്ഞ് കയറി കേട്ടോ. ഇനി നമുക്ക് ആക്ച്വലി അവർ വീണ അതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തൊന്നുമില്ല, എങ്കിലും പിന്നെ കുറേയൊക്കെ വലിയ വലിയ കുഴികളൊക്കെ ഇങ്ങനെ ഗ്രില്ലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അവർ. അപ്പം അതൊന്നും എനിക്ക് തോന്നുന്നു അതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെ വേറെ എന്തോ വഴിയാണ് പോകുന്നതെന്ന് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഇങ്ങനെ കാണുകയുണ്ടായി. ഇതൊരു സൂയിസൈഡൽ പോയിൻ്റാണ്, അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഭയങ്കര ആഴത്തിലുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഒരു പ്രത്യേക എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആ ഫിലിം കണ്ടതോടെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ആ ഒരു ഫിലിം ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ് ആക്ച്വലി ഇത് കൂടുതൽ. എല്ലാവരും ആ വഴി കയറി ഇറങ്ങുന്ന കാണുന്നത്. ഞാൻ ആക്ച്വലി കയറി ബാക്കിയുള്ളത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് ഞങ്ങളും ചെയ്തു കേട്ടോ അവിടെ റീൽസൊക്കെ, കുറച്ച് റീൽസൊക്കെ ചെയ്തു. തണുപ്പായിരുന്നു, രക്ഷയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു, എന്നാലും അത് ഈ തണുപ്പൊക്കെ നല്ലൊരിതാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ പോയത്. കുറച്ചും കൂടി കോണൊക്കെ കഴിച്ചു, ഭയങ്കര രുചിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നല്ല തണുത്ത അവസ്ഥയിൽ നല്ല ചൂടുള്ള ഇതൊക്കെ കഴിക്കും, നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്, അവിടെ നമ്മൾ റോസ് ഗാർഡനാണ് പോയത്. അടിപൊളിയാണ് കേട്ടോ റോസ് ഗാർഡൻ, ഭയങ്കര ഫ്ലവേഴ്സും പൂക്കളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണേ റോസ്, അവിടെയും നമുക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഫ്രഷായിട്ട് ക്യാരറ്റ് കിട്ടുമായിരുന്നു, അതൊക്കെ നമ്മൾ വാങ്ങിച്ച് അവിടെ ഉള്ളവരൊക്കെ പരിചയപ്പെട്ടു. അവർ നമ്മൾ ഈ സെൽഫി സ്റ്റിക്കും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് അറിയാം നമ്മൾ യൂട്യൂബറാണെന്ന് അവരെല്ലാം ചോദിക്കും. നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കിട്ടി, അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ സിൽവർ കാസ്കേഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോയപ്പോൾ നമുക്കിവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ. നല്ല രസമാണ്, ഒരു അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെയും ഭയങ്കര തിരക്കാണ് ആക്ച്വലി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു കുഞ്ഞ് ബജ്ജിയൊക്കെ കഴിച്ചുകൊണ്ടാണ് വരണത്.
വീണ്ടും നമ്മൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വന്നപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ വിചാരിച്ചതാണ് ഡിണ്ടിഗലിലുള്ള തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണമെന്നുള്ളത്. ഇത് മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഏകദേശം വാങ്ങിച്ച് കഴിച്ചൊരു ഫുഡ്. തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു. അപ്പം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തമിഴ്നാടിൻ്റെ നല്ല ടേസ്റ്റുകളുള്ളൊരു ടേസ്റ്റാണെന്നാണ് പറയുന്നത്. തിരിച്ചുവരപ്പം ഞങ്ങളുടെ കലാപരിപാടികളാണ്. യാത്രയൊക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വെളുപ്പിന് 5 മണിക്കാണ് വീട്ടിലെത്തിയത് കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു നോക്കിക്കോ. DJ പാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല മറക്കാൻ പറ്റത്തില്ലാത്തൊരു യാത്രയായിരുന്നു. സൂപ്പറായിരുന്നു. കണ്ട കാഴ്ചകളേക്കാൾ കൂടുതൽ നമ്മുടെ എല്ലാവരുടെയും സെയിം വൈബായിരുന്നു. അത് തന്നെയായിരുന്നു അടിപൊളി കേട്ടോ. എങ്ങനത്തെ സ്ഥലമാണെങ്കിലും നമ്മൾ ഒരേ മൈൻഡുള്ളവർ ഒരുമിച്ച് പോയാൽ അത് നമുക്ക് അടിപൊളിയാക്കാമെന്ന് വേണമെങ്കിൽ പറയാം. DJ ഞങ്ങളുടെ ഫോണിലെ DJ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ ലൈറ്റൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഇതൊക്കെ കണ്ടോ കേട്ടോ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ഇതാണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, രാകേഷ് ബ്ലോയാണ് വണ്ടി ഓടിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം വണ്ടി ഓടിക്കുന്നതാണ് അവൻ പറഞ്ഞത്. എന്നാലും വണ്ടിയിൽ ഇരിക്കണമെന്ന് പോലും തോന്നത്തില്ല, അത്രയ്ക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു കേട്ടോ. അപ്പോൾ എക്സ്പേർട്ട് ഡ്രൈവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.